ഞാൻ നന്നായിട്ട് 7-8 മണിക്കൂർ ഉറങ്ങി എന്നിട്ടും ഉറക്കം മതിയാവുന്നില്ല. അതിൻ്റെ അർത്ഥം ആ 7-8 മണിക്കൂർ നന്നായി ഉറങ്ങിയില്ല എന്ന് തന്നെ അർത്ഥം. ഉറങ്ങി 8 മണിക്കൂർ, പക്ഷെ നന്നായി ഉറങ്ങി. ഈ ഉറക്കം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് നമ്മുടെ ജീവിതത്തിൽ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നത് നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടിയാണ്. നന്നായിട്ട് ആഹാരം കഴിക്കാനും നന്നായിട്ട് ഉറങ്ങാനും വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് സുഖമാണ്. സാറിന് പറയാറില്ലേ, ടെൻഷൻ അടിച്ചിട്ട് നേരെ ഒന്ന് ഉറങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി എന്നൊക്കെ പറയാം. ആ ഉറക്കത്തിൻ്റെ ഇമ്പോർട്ടൻസ് അതിനകത്താണ്. നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ ഉറങ്ങുമ്പോൾ നമ്മൾ ബോഡിയിലൊന്നും സംഭവിക്കാതിരിക്കുകയല്ല. നമ്മൾ എന്താ പറയുക, നമ്മുടെ ബോധം ഇല്ല, നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ബോഡിയിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നു ഉറക്കത്തിൽ. നമ്മുടെ ബ്രെയിനിൽ, നമ്മുടെ ലിവറിൽ, നമ്മുടെ ലങ്സിൽ, നമ്മുടെ ഹാർട്ടിൽ, ഇതൊക്കെ അതെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. മാത്രമല്ല ഏറ്റവും കൂടുതൽ റിപ്പയറിങ് പ്രോസസ്സ് നടക്കുന്നത് ഇപ്പോൾ ഡേ ടൈമിൽ. ഒരു വണ്ടി ഓടുന്ന ഒരാലോചിച്ചാൽ മതി. ഒരു കാർ ഓടുന്നു, ഡേ ടൈമിൽ കാർ ഓടുന്നു, രാത്രിയിൽ അതിൻ്റെ ഓവർഹോളിങ് ചെയ്യുന്നു, റിപ്പയർ ചെയ്യുന്ന രീതിയിലാണ്. നമ്മുടെ മനുഷ്യ ശരീര യന്ത്രമാണെങ്കിൽ ഡേ ടൈമിൽ നമ്മൾ കംപ്ലീറ്റ് അത് എല്ലാം ആക്ടിവിറ്റീസിലൊക്കെ പോകുന്നു. അതുമൂലം ഒരുപാട് തേയ്മാനങ്ങളും കേടുപാടുകളും നമ്മളുടെ തല മുതൽ കാല് വരെയുള്ള എല്ലാ ഭാഗത്തും സംഭവിക്കും. ഇതിൻ്റെയൊക്കെ ഒരു റിപ്പയറിങ്ങിനുള്ള സമയമാണ് ഉറക്കം എന്ന് പറയുന്നത്. അപ്പോൾ നൈറ്റിൽ അതാണ് സംഭവിക്കുന്നത്. നമ്മുടെ ബ്രെയിനിൽ റിപ്പയറിങ് നടക്കുന്നുണ്ട്, നമ്മുടെ ലിവറിൽ റിപ്പയറിങ് നടക്കുന്നുണ്ട്, ഓരോ കോശങ്ങളിൽ റിപ്പയറിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഉറക്കം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്.